നമസ്കാരം സുഹൃത്തുക്കളെ, കേരളത്തിലെ ഒരു പ്രമുഖ മെഡിക്കൽ കോളേജിലെ ഒരു രംഗമാണ് അവിടെ വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പേര് വെളിപ്പെടുത്തുന്നത്. നോക്കണേ നിങ്ങൾ, അവിടെ നിലത്താണ് രോഗികൾ കിടക്കുന്നത്. ജനത്തിൻ്റെ രോഗികളുടെ ബാഹുല്യ നിമിത്തം അതെയാണ് കോറിഡോറിലാണ് ബാധിച്ച ജനങ്ങളുടെ ക്ഷമയുടെ എന്താ ഇതൊന്നും വെറും ഇല്ല. ഞാനത് പറഞ്ഞു ക്ലാസ് ആൾക്കാരാണ് പറഞ്ഞിട്ട് എൻ്റെ ഇപ്പം അവരിപ്പോൾ പറയുന്നത് പറഞ്ഞാൽ ആൾക്കാരൊക്കെയാണ് കിടക്കുന്നത്. ഈ ജനങ്ങളെല്ലാം 60 രൂപ ടാക്സ് അതിൻ്റെ ബാക്കിയായിട്ടാണ് പ്രാപ്തിയുള്ള ജനങ്ങളാണ്. മനസ്സിലായി. കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളൊക്കെ 35 രൂപ 40 രൂപ അടിസ്ഥാന വിലയുള്ള പത്ത് ഇല്ല ഇപ്പം ജനത്തിനാണ് ഇങ്ങനെയുള്ള ഒരു ഗതികേട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തെ വിഷയം. വേറെ ഒന്നുമില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എത്രയും പുഴുക്കൾക്ക് തുല്യമായിട്ടാണ് ഭരണവർഗം ജനത്തെ കൈകാര്യം ചെയ്യുന്നത്. ആശുപത്രി ഒരു ജീവനക്കാരുടെ കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അവരവരെ കൊണ്ട് കഴിയുന്നതിനപ്പുറമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അതായത് അവർ കുഴപ്പമില്ല, എന്നിട്ട് പോലും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവരത് കീപ്പിക്കുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ ഹൗസ് കീപ്പിംഗ് ജീവനക്കാരെയൊക്കെ സംബന്ധിക്കുന്ന സെക്രട്ടറിക്കാരെയൊക്കെ സംബന്ധിക്കുന്നു. ഞാൻ അവരെ ആരെയും കുറ്റം പറയുമല്ല. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കാര്യസ്ഥതയെക്കുറിച്ചാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിനെ ഭരിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത് 2ഉം 3ഉം തവണ ജനങ്ങൾ, അല്ലാതെ ഉദ്യോഗസ്ഥന്മാരും ഡോക്ടേഴ്സൊക്കെ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ ആരെയും വിട്ടുവിട്ട് അവരുടെ കഴിവിനപ്പുറമായിട്ട് അവർ പരിശ്രമിക്കുന്നു. അവർക്കെല്ലാം ഞാൻ ഈ സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ കാഴ്ചയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം. പിന്നെ അപ്പുറത്തോട്ട് അങ്ങോട്ടും ഇൻഫെക്ഷൻ ഉണ്ടോയെന്ന് അറിയാൻ